സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈയിട്ട് വാരി സർക്കാർ ഉദ്യോഗസ്ഥർ. സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായാണ് കണ്ടെത്തൽ. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാനി, പ്രത്യേകിച്ച് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് സർക്കാർ ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് 1458 സർക്കാർ ജീവനക്കാർ ഇത് കൈപ്പറ്റുന്നതായാണ് കണ്ടെത്തൽ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരി, സർക്കാരിന്റെ ഉന്നത തസ്തികകളിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെയാണ് 1000 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അനർഹരായിട്ടുള്ളവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായുള്ള സൂചന ധനവകുപ്പിന് ലഭിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനെ പരിശോധന നടത്താൻ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചുമതല നൽകിയത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. അതോടൊപ്പം ഈ വിവിധ വകുപ്പുകളിൽ നിന്ന് എത്ര ആളുകളാണ് അനർഹമായിട്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നത് എന്നതിനെ സംബന്ധിച്ച വിശദമായ വിവരങ്ങളാണ് ധനകാര്യ വകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നത് എന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ നടപടികളുടെ ഭാഗമായി ഇവർ എത്ര രൂപയാണോ ഇതിനോടകം കൈപ്പറ്റിയിരിക്കുന്നത് അതിന്റെ പലിശ അടക്കമുള്ള പണം തിരികെ പിഴയായി ഈടാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച വിശദമായ തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഡാൻ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയണ്ടേ? പാവങ്ങളുടെ കയ്യിൽ ലഭിക്കേണ്ടിയിരിക്കുന്ന ഈ പെൻഷൻ കൈയിട്ട് വാരാനുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ഒരു പ്രക്രിയ പ്രത്യേകിച്ച് എത്ര നാളുകൊണ്ട് നടക്കുന്നു എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കണം. ഇത് എത്ര തുകയാണെന്നും അറിയേണ്ടതുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് എത്ര നാളുകൊണ്ടാണ് നടക്കുന്നത് എന്ന് സംബന്ധിച്ചെങ്കിലും ഒരു വ്യക്തത കിട്ടുന്നുണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആരോഗ്യ വകുപ്പിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നത്. ഏതാണ്ട് 373 പേർ ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 224 പേർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ 4 പേർ, ആയുർവേദ വകുപ്പിൽ നിന്ന് 114 പേർ, മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് 74 പേർ, പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 47 പേർ. ഇങ്ങനെയാണ് ഈ 1458 പേരുടെ പട്ടിക തയ്യാറായിരിക്കുന്നത്. ഇവരിങ്ങനെ അനർഹമായി കുറെ അധികം നാളുകളായി പണം കൈപ്പറ്റുകയായിരുന്നു എന്നാണ് ഈ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അത് എത്ര നാളുകൊണ്ട് ആണ് ഇങ്ങനെ പണം കൈപ്പറ്റുന്നത്, അതോടൊപ്പം എത്രയധികം പണം ഇതിനോടകം കൈപ്പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ വിശദമായി തന്നെ ധനവകുപ്പിന് കൃത്യമായ കണക്കുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇതിന്റെ പലിശ അടക്കം തിരികെ ഇതിൽ നിന്ന് ഈടാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ ധനകാര്യ വകുപ്പ് കടക്കുന്നത്. ഞാൻ അതോടൊപ്പം തന്നെ ഈ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന ധനവകുപ്പിന്റെ ഈ നിർദ്ദേശം അത് എത്ര നാൾക്കുള്ളിൽ തിരിച്ചടയ്ക്കണം എന്നത് സംബന്ധിച്ചും വിവരങ്ങളുണ്ടോ? കാരണം ഇത്രയധികം തുക 1458 ഗവൺമെന്റ് ജീവനക്കാർ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം ഈ ഒരു തുക കൈപ്പറ്റുന്നതെന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എത്ര നാൾക്കുള്ളിൽ ഈ പലിശ സഹിതം ഇത് തിരിച്ചടയ്ക്കണം എന്നത് സംബന്ധിച്ച് ഇത് സർക്കാരിനെ സംബന്ധിച്ചിടും ഇതൊരു തലവേദനയായി മാറുന്ന ഒരു കാഴ്ചയിലേക്കല്ലേ മാറുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ എത്ര നാൾക്കുള്ളിൽ ഈ പലിശ സഹിതം ഈ തുക തിരിച്ചടക്കേണ്ടി വരും? അടിയന്തരമായി തന്നെ പണം തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമയപരിധിയൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇനിയും അനർഹരായിട്ടുള്ളവർ ഇങ്ങനെ പണം കൈപ്പറ്റുന്നുണ്ടോ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വിശദമായി തന്നെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 1458 പേരുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്നാണ് പറയുന്നത്. വ്യക്തമാണ്. അതായത് 1458 സർക്കാർ ജീവനക്കാർ പാവങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈയിട്ട് വാരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായി ധനവകുപ്പ് അന്വേഷണം നടത്തുകയും ഇതിന് കൃത്യമായി 1458 ഉദ്യോഗസ്ഥരുടെ കൈകടത്തൽ ഇതിലുണ്ടെന്നും മനസ്സിലാക്കുന്നു. അടിയന്തരമായി തന്നെ തിരികെ പലിശ സഹിതം ഈ തുക തിരിച്ചേൽപ്പിക്കണമെന്നും ധനവകുപ്പിന് നിർദ്ദേശമുണ്ട്. പക്ഷേ ഈ കണക്കുകൾ ഡാൻ, പ്രത്യേകിച്ച് ഇതിന്റെ ഞെട്ടൽ ചെറുതൊന്നുമല്ല. കാരണം പാവങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ട പണം വീണ്ടും ഇതുപോലൊരു അനധികൃതമായി സർക്കാർ
ജീവനക്കാർ തട്ടിയെടുക്കുമ്പോൾ എന്ത് വിശ്വാസ്യതയാണ് ഈ ഉദ്യോഗസ്ഥർ മേൽ പാവപ്പെട്ട ജനങ്ങൾ നൽകേണ്ടതെന്നൊരു ചോദ്യചിഹ്നവും കൂടി ഉയരുകയല്ലേ? അത് സംബന്ധിച്ചൊക്കെ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇത് ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നവരുടെ ഒരു വിഭാഗത്തിന്റെ കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും പുറത്തു വരാനുള്ള കണക്കുകൾ ഉണ്ടായിരിക്കാം. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണ് സർക്കാരിന്റെ എല്ലാ വകുപ്പുകളിലും, പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉണ്ട് എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അത് എത്രയധികം തുകയാണ്, എത്ര പേർ എത്ര നാളുകളായിട്ട് ഈ പണം ഇങ്ങനെ കൈപ്പറ്റിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന ധനകാര്യ വകുപ്പ് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെ തുടരുകയാണ്. വ്യക്തമാണ് ഡാൻ. അതായത് ഇത്രയും വലിയൊരു തുക, എത്രയാണ് തുക എന്നത് സംബന്ധിച്ച് നമുക്ക് കണക്കുകളില്ല. പക്ഷേ പാവങ്ങളുടെ കൈകളിൽ എത്തേണ്ട തുക, അവർ കാത്തിരിക്കുന്ന തുക എത്തിപ്പെടുന്നത് അനർഹമായ കൈകളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈപ്പറ്റുന്നവരിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും പോലീസ് ഓഫീസറും, ഡാൻ റിപ്പോർട്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇത് കൈപ്പറ്റുന്നു എന്നത് സംബന്ധിച്ച് വരുമ്പോൾ ഞെട്ടലാണ് എന്ന് നിസ്സംശയം പറയാം. 1458 സർക്കാർ ജീവനക്കാരാണ് ഇങ്ങനെ അനർഹമായി കൈപ്പറ്റിയതായി നിലവിലത്തെ അന്വേഷണത്തിൽ തെളിയുന്നത്. വരും മണിക്കൂറുകളിൽ അന്വേഷണം തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ കണക്ക് കൂടാനാണ് സാധ്യത. ഇത് എത്രയാണ് തുക എന്നത് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും വലിയൊരു തട്ടിപ്പ്, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ തന്നെ മുൻകൈയെടുത്ത് അവർ നടത്തുന്ന തട്ടിപ്പ്, പല മേഖലകളിൽ നിന്നായി നടത്തുന്ന ഈ തട്ടിപ്പ് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നതിൽ കുറഞ്ഞൊന്നും വാക്കുകളില്ല. ഡാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഗസറ്റഡ് ഉദ്യോഗസ്ഥരുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ ഇത് സംബന്ധിച്ച് സർക്കാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ? സർക്കാരിന്റെ പ്രതികരണം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിലാണ് 1458 പേർ ഇങ്ങനെ പണം അനധികൃതമായി കൈപ്പറ്റിയിരുന്നതായി കണ്ടെത്തിയത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സൂചനകൾ ധനകാര്യ വകുപ്പിന് ലഭിച്ചിരുന്നു. അർഹരായ പലർക്കും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാതെ പോവുകയും അനർഹരായ പലരും അത് കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെ ഈ പരിശോധന നടന്നത്. അങ്ങനെ വ്യാപകമായി നടന്ന പരിശോധനയിലാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൽ നിന്നും അടക്കം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അടക്കം ഇങ്ങനെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനധികൃതമായി അനർഹമായി കൈപ്പറ്റുന്നവരുണ്ട് എന്നൊരു ഗുരുതരമായ കണ്ടെത്തലിലേക്ക് കടന്നിരിക്കുന്നത്. അത് കൃത്യമായി അവരുടെ പേര്, വിവരങ്ങൾ അടക്കമുള്ള പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ എത്രയധികം തുകയാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരിൽ നിന്ന് പിഴയടക്കം, അതായത് പലിശയടക്കം ആ പണം ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിഴോത്ത് നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. അതെ, വ്യക്തമാണ്. അതായത് 1458 സർക്കാർ ജീവനക്കാരാണ് ഇങ്ങനെ ഒരു തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, പ്രത്യേകിച്ച് പാവങ്ങളുടെ കയ്യിലെത്തേണ്ട ഈ പെൻഷൻ തുക പോകുന്നത് അനധികൃതമായ കൈകളിലേക്കാണ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്കാണ്. അതിൽ IKMന്റെ പരിശോധനയിൽ നിന്നാണ് ഇങ്ങനൊരു കണ്ടെത്തൽ നടത്തുന്നത്. അതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുൾപ്പെടെ, പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ആരോഗ്യ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പെന്നും മനസ്സിലാക്കുന്നു. പാവങ്ങളുടെ കയ്യിൽ എത്തേണ്ട പൈസ പോകുന്നത് അനധികൃതമായി ഈ സർക്കാർ ജീവനക്കാരുടെ അടുക്കലേക്കാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മേഖല, ധനവകുപ്പിന്റെ ഈ നിർദ്ദേശപ്രകാരം ഈ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ ഈ ഒരു പരിശോധനയിലെ ഈ തട്ടിപ്പ്, ഈ ഒരു കണ്ടെത്തൽ വരും മണിക്കൂറുകളിലും ഇതിന് അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ കണക്കുകൾ ഇനിയും കൂടുതൽ വരാൻ തന്നെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. ഇത് എത്ര തുകയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറും എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളില്ല. വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കാം, പ്രത്യേകിച്ച് ഇതിന്റെ തുക, ഇത്രയും 1500ഓളം ഉദ്യോഗസ്ഥർ ഇതിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എത്ര തുകയോളമാണ് ഇങ്ങനെ അനധികൃതമായി മറ്റ് കൈകളിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതും അറിയേണ്ട സംഭവമാണുള്ളത്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു എങ്ങനെയായിരിക്കും ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഡാൻ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു തുക, ഇവരുടെ കൈകളിലേക്ക് എത്തേണ്ട ഈ തുക ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ മേഖലകളിലേക്ക് മാറുന്ന സമയത്ത് ഈ വരും മണിക്കൂറുകളിൽ തിരിച്ചടയ്ക്കണമെന്നാണല്ലോ പറയുന്നത്. ഇത്രയും ഇപ്പോൾ ഡാൻ തുടരുക. ഇപ്പോൾ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്.
ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് പ്രത്യേകിച്ച് 1458ഓളം ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എത്ര തുകയാണെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു തട്ടിപ്പ് പ്രത്യേകിച്ച് പാവങ്ങളുടെ കൈകളിൽ എത്തേണ്ട ഈ ഒരു പെൻഷൻ തുക പോകുന്നത് അനധികൃതമായ കൈകളിലേക്കാണ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടൽ തന്നെ രേഖപ്പെടുത്തുക എന്നത് സംബന്ധിച്ച് വേറെ വ്യക്തത കുറവൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? എങ്ങനെയാണ്? ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ഒരു കിട്ടാനിരിക്കെ ഈ സാമൂഹ്യ സുരക്ഷാ ഫണ്ടിനകത്തുനിന്ന് കൈക്കുന്നത് ധാർമ്മികമായ മോശമാണ്. സാമ്പത്തികമായി ഒരു ഡിജോ കാപ്പൻ കൂടി നമ്മോടൊപ്പം. ശരി, എന്തായാലും നമുക്ക് ഡിജോ കാപ്പൻ തുടരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ വളരെ പ്രധാനമായി ഡാൻ കുര്യൻ തുടരുന്നുവെന്ന് കരുതുന്നു. ഡാൻ, ഇപ്പോൾ ഈ ഒരു തട്ടിപ്പ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വരും മണിക്കൂറുകൾ ഇതിന്റെ അന്വേഷണം തുടരുകയാണല്ലോ. അപ്പോൾ ഈ ഒരു കണക്കുകൾ ഇനിയും കൂടുകയാണ് സാധ്യത എങ്കിൽ, ഇപ്പോൾ എത്രയാണ് തുക എന്നത് സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തത ഇല്ലെങ്കിൽ പോലും വരും മണിക്കൂറുകൾ ഇതിന്റെ തുക വർദ്ധിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കാം, ഇത് ഏതിലേക്കായിരിക്കാം എത്തിപ്പെടുക, എത്ര തുകയിലേക്കായിരിക്കാം എത്തിപ്പെടുക എന്നത് സംബന്ധിച്ചും എന്തെങ്കിലും ഒരു റഫ് ഫിഗർ എന്നത് സംബന്ധിച്ചും എന്തെങ്കിലും രേഖകളോ കാര്യങ്ങളോ ഉണ്ടാവുമോ? അതായത് നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടന്നു പോകുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി സർക്കാർ അധിക ഭാരം എടുത്തു വെച്ചിരിക്കുകയാണ് എന്ന കാര്യം പലതവണ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് കേന്ദ്രത്തിൽ നിന്ന് അർഹമായ വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പലതവണയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നിവേദനം. ഇപ്പോൾ ഡിജോ കാപ്പൻ കൂടി ചേരുകയാണ്. ശ്രീ ഡിജോ കാപ്പൻ, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ നടത്തിയ ഈ തട്ടിപ്പ്, സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നടത്തുന്ന തട്ടിപ്പ്, അനധികൃതമായി 1458 പേരോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് ഈ തുക കൈമാറുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഞെട്ടൽ രേഖപ്പെടുത്തുക? എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം വരികയല്ലേ? അല്ല, സമൂഹത്തിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മറ്റു വരുമാനമില്ലാത്തവർക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കുന്ന ഈ 1500 അല്ലെ 1600 രൂപയുടെ പെൻഷൻ നല്ലൊരു 5 അക്കവും 4 അക്കവുമുള്ള ശമ്പളം വാങ്ങിക്കുന്നവരും മേടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇന്ന് സത്യത്തിൽ സർക്കാർ ജീവനക്കാരാണ് ഇക്കാര്യത്തിൽ ഏറ്റവും സ്വയം പര്യാപ്തത, അല്ലെങ്കിൽ ഇന്ന് സാമ്പത്തികമായി കൃഷിക്കാരും മറ്റ് സമൂഹത്തിലെ തൊഴിലാളി വിഭാഗങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടും തൊഴിലില്ലായ്മയും വരുമാനമില്ലായ്മയും ഒക്കെ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ചെയ്തത് ശരിയല്ല. എന്റെ അഭിപ്രായത്തിൽ ആ സംഘടനയിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവര് തന്നെ സംഘടനയിൽ നിന്ന് തന്നെ ഇവരുടെ പേരിൽ നടപടിയെടുക്കണം. ഈ പണം പലിശ സഹിതം തിരിച്ചടപ്പിക്കണം. മാത്രമല്ല മറ്റ് ഇതിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള മാതൃകാപരമായ ശിക്ഷാ നടപടികൾ നാളെ ഇതുപോലെ അർഹരായ ആളുകൾക്ക് ലഭിക്കേണ്ട പണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളരെ കർശനമായ നടപടി സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത് തന്നെയാണ് ശ്രീ ഡിജോ കാപ്പൻ. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ അവർ ചിലപ്പോൾ ഈ പെൻഷൻ തുകയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കാം അവർ ജീവിക്കുന്നത് തന്നെ. വെറും തുച്ഛമായ പൈസ ലഭിക്കുന്ന ഈ ഒരു പെൻഷൻ തുകയിൽ നിന്നും കൈപ്പറ്റുന്നത് ഈ 5 അക്ക ശമ്പളവും 6 അക്ക ശമ്പളവുമുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയും ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അങ്ങനെ ഈ പാവങ്ങളുടെ കൈയിട്ട് വാരുക എന്ന് പറയുന്നതിൽ ഇത് പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്, അങ്ങനെ ഒരു പ്രയോഗവും ഉണ്ടല്ലോ. അപ്പോൾ ഈ പാവങ്ങളുടെ കൈയിട്ട് വാരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് നമ്മൾ ഈ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് പറയുമ്പോൾ പോലും സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു തട്ടിപ്പും കൂടി നടക്കുന്നത്. അല്ല, മറിക്കുട്ടിയൊക്കെ പിച്ചച്ചട്ടിയുമായിട്ട് ഇറങ്ങിയത് കേരളത്തിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ്. അത് സമൂഹത്തിന് കൊടുത്ത ഒരു വലിയ സന്ദേശമുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഒരു കാരണവശാലും ഈ ആളുകളെ സംരക്ഷിക്കാൻ ഒരു യൂണിയനുകളും ഇടപെടരുതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ അതിനകത്ത് ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും ഒരു യൂണിയനിൽ പെടാത്തവരും ഒക്കെ കാണും. അപ്പൊ നാളുകളിൽ ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഒക്കെ പോകും. പ്രളയകാലത്തൊക്കെ എറണാകുളം കളക്ടറേറ്റിൽ നിന്ന് ഇതുപോലെ വലിയ തോതിലുള്ള പണം നഷ്ടപ്പെടുകയും അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഒരിടത്തും എത്തിച്ചേരാത്ത ഒരു സാഹചര്യം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് കർശന മുഖം നോക്കാതെ നടപടി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
വളരെയധികം നന്ദി ശ്രീ ഡിജോ കാപ്പൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ കൂടി ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സംസാരിക്കുകയായിരുന്നു ഈ പാവങ്ങളുടെ ഈ 1600 രൂപയിൽ നിന്ന് കൈയിട്ട് വാരുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് 1458 സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അതിൽ ആരോഗ്യ മേഖലയിൽ നിന്നാണ് ഈ കൂടുതൽ തട്ടിപ്പ് കണ്ടെത്തുന്നത്. ഇതെങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? സർക്കാർ ധനവകുപ്പ് പറയുന്നത് കൃത്യമായി പലിശ സഹിതം ഇത് തിരിച്ചടയ്ക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ഇതിന്റെ കൃത്യമായ തുക എത്രയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്താണ് താങ്കളുടെ പ്രതികരണം? എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് അല്പം മുമ്പ് മറ്റു ചാനലിൽ ഞാൻ പ്രതികരിച്ചിരുന്നു. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരാരും നമുക്കറിയാമല്ലോ. ഒന്നുകിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, പിന്നെ വികലാംഗരുടെ പെൻഷൻ, അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളാണ് ഈ പെൻഷൻ ലഭ്യമാവുന്നത്. എനിക്ക് തോന്നുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയിൽമെന്റ് ഉള്ളവരായിരിക്കും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗുരുതരമായ തെറ്റാണത്. സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അത് വാങ്ങുന്നവർക്കുള്ള എന്താണ് അങ്ങനെ സംഭവിച്ചത്, അതിനകത്ത് വാങ്ങാൻ ആരെങ്കിലും തടയാത്തത് കൊണ്ടാണോ അതോ മനഃപൂർവ്വമായി അങ്ങനെ വാങ്ങിയതാണോ, എല്ലാ രീതിയിലും പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതിനകത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിനകത്ത് നല്ല പണമുള്ളവർ, ധനാഠ്യർ, സമ്പന്നർ ഉണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായ ചില കണക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റുകൾ, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന്റെ ലിസ്റ്റുകൾ പരസ്യമായി പബ്ലിഷ് ചെയ്യണം. അത് പഞ്ചായത്ത് ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്നെ വാർഡ് തല ഓഫീസുകളുണ്ടെങ്കിൽ അങ്ങനെ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഓഫീസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അവിടങ്ങളിലൊക്കെ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണം. ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കുറച്ചുകൂടി ആരൊക്കെയാണ് ഈ പണം കൈപ്പറ്റുന്നത് എന്ന് ജനങ്ങൾ കൂടി അറിയാൻ അവകാശമുണ്ട്. ഈ വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ 55 വയസ്സിന് 56 വയസ്സിന് അകത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ല PH ആയി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ ആവാനാണ് സാധ്യത. അപ്പൊ അത് ഒരു മനഃപൂർവ്വമായി വാങ്ങിയതാണോ അറിയാതെ വാങ്ങിയതാണോ, എന്തായിരുന്നാലും ഗവൺമെന്റ് നടപടിയെ സ്വാഗതം ചെയ്യുന്നു. പണം കൈപ്പറ്റിയവർക്കെതിരെ പണം തിരിച്ചുപിടിക്കാനും പലിശ തിരിച്ചുപിടിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് തോന്നുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ 5 അക്ക ശമ്പളവും 6 അക്ക ശമ്പളവും ഒന്നും വാങ്ങുന്നവരൊന്നും അല്ല സർക്കാർ ജീവനക്കാർ. കുറച്ചുപേരൊക്കെ അങ്ങനെ കാണും. ഭൂരിഭാഗം പേരും സാധാരണ നിലയിൽ ജീവിക്കുന്നവരാണ്. അവരാരും ഇത്തരത്തിൽ ഏതെങ്കിലും സാധാരണക്കാരന്റെ പണം തട്ടാൻ കൂട്ടു നിൽക്കുന്നവരല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക തന്നെ വേണം. അതിന് എല്ലാവിധ പിന്തുണയും ഒരു സർവീസ് സംഘടനയും ഇത്തരമൊന്നും വിഷയങ്ങളിലെ സപ്പോർട്ട് ചെയ്യുകയോ അതിനെ അത്തരക്കാരെ സംരക്ഷിക്കാൻ കൂട്ടു നിൽക്കുകയില്ല. അതിനകത്തൊരു സംശയമില്ല. ഞങ്ങൾ ഇതിനെ ഗവൺമെന്റ് നടപടിയെ പരിപൂർണമായി പിന്തുണ നൽകുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ജയചന്ദ്രൻ കല്ലിക്കൽ പ്രതികരിച്ചതിന്. ഡാനിലേക്കും കൂടി പോവുകയാണ്. ഡാൻ, അത് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് 1600 രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ഒരു 55, 60 വയസ്സ് വിഭാഗത്തിലുള്ള ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കാം ഇത് പെൻഷൻ തുക കൈപ്പറ്റുന്നത്. അപ്പോൾ അവരിൽ നിന്നും തട്ടിയെടുത്താൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായത് തന്നെ ആയിരിക്കുമോ ഇതിന്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും മണിക്കൂറിൽ എങ്ങനെയായിരിക്കാം, ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ടല്ലോ അല്ലേ? അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് 12 മാസം ഈ 1458 പേർ അനർഹമായി ഇങ്ങനെ 1600 രൂപ വീതം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ 12 മാസം കൊണ്ട് സർക്കാരിനുണ്ടായിരിക്കുന്ന നഷ്ടം 2,87,61,600 രൂപ. 2,87,61,600 രൂപ. ഇത് ഒരു വർഷം സർക്കാരിനുണ്ടാകുന്ന നഷ്ടമാണ്. ഇങ്ങനെ തുടർച്ചയായി കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ തട്ടിപ്പ് തുടരുകയായിരുന്നെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്ന സർക്കാരിനെ വലിയൊരു പടുകുഴിയിലേക്ക് നയിക്കുന്ന ഇടപെടൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായി എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ചയിലേക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ഇനി വ്യക്തമാകാനുള്ളത്, ഇതിനോടകം ഈ 1458 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ എത്ര നാളുകൾ കൊണ്ട് ഈ തട്ടിപ്പ് നടത്തുന്നവരാണ്, അതോടൊപ്പം ഈ പരിശോധന എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചപ്പോഴുള്ള കണക്കാണിത്. ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു കണക്കിന് പുറത്തു വന്നേക്കാം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചന മാത്രമായിരിക്കാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സംഖ്യ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ എപ്പോൾ മുതലാണ് ഇതിന്റെ കണക്കുകൾ എന്നത് സംബന്ധിച്ച് കാരണങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷത്തിലാണെങ്കിൽ 2,60,00,000 രൂപ, അത്രയധികം തുക പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട തുക അവരുടെ കൈകളിലേക്ക് എത്താതെ അനധികൃതമായി ഈ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് കണ്ടാൽ എത്ര വർഷത്തേക്കാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളിലേക്കും കൂടി എത്തേണ്ടതുണ്ട്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.